താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. എതിരില്ലാതെയാണ് മോഹൻലാൽ മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ശക്തമായ മത്സരം ഉറപ്പായി. ഈ മാസം 30-നാണ് അമ്മ വാർഷിക ജനറൽ ബോഡിയും ഭാരവാഹി തെരഞ്ഞെടുപ്പും. താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോഴാണ് മത്സര ചിത്രം വ്യക്തമായിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. തുടർച്ചയായി മൂന്നാം തവണയാണ് മോഹൻലാൽ എതിരില്ലാതെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതേസമയം വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇടവേള ബാബു സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 3 പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ ഒരാളായിരിക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുക. 2 വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 3 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. മത്സരരംഗത്തുള്ള ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജു പിള്ള എന്നിവരിൽ 2 പേർ വൈസ് പ്രസിഡന്റുമാരാകും. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ്, അനൂപ് ചന്ദ്രൻ എന്നിവരും മത്സരിക്കുന്നുണ്ട്. എന്നാൽ ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദൻ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം 11-അംഗ എക്സിക്യൂട്ടീവിലേക്ക് 12 പേർ മത്സരിക്കുന്നുണ്ട്. വോട്ടിംഗ് അവകാശമുള്ള 506 പേരാണ് അമ്മയിൽ അംഗങ്ങളായുള്ളത്. ഈ മാസം 30-നാണ് അമ്മയുടെ വാർഷിക ജനറൽ ബോഡിയും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടക്കുക. കൈരളി ന്യൂസ്, കൊച്ചി.